ഗോൾഡൻ വാലി തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി താരാകൃഷ്ണൻ അറസ്റ്റിലായെങ്കിലും ഇനിയും സംശയങ്ങൾ ബാക്കി. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി നിരവധി പരാതികൾ ഉയർന്നെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 31 ലക്ഷം രൂപയുടെ തട്ടിപ്പിൽ മാത്രമാണ്. മറ്റുള്ളവർക്കായി അന്വേഷണം തുടരുകയാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, എങ്ങനെയാണ് ഇതിന്റെ ഒരു അന്വേഷണ വഴി? വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് തമ്പാനൂർ പോലീസ് ബംഗളൂരുവിലെ വിമാനത്താവളത്തിൽ നിന്ന് ഈ ഗോൾഡൻ വാലി നിധി തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള താരാകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്. ഇവർ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് രഹസ്യമായി മടങ്ങിയെത്തുകയാണ് എന്ന് തിരുവനന്തപുരം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധന. അങ്ങനെയാണ് താര അറസ്റ്റിലാവുകയും ഇവരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ തട്ടിപ്പിന് ഈ തട്ടിയെടുത്ത പണം, അതായത് സ്വർണ്ണ നിക്ഷേപത്തിന് എന്ന പേരിൽ വാങ്ങിയതിനു ശേഷം പിന്നീട് തട്ടിയെടുത്ത പണം ഏത് രീതിയിൽ ചെലവഴിച്ചു, അത് ആരുടെയൊക്കെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമായ വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം, ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പിന് കൂട്ടിനിന്ന കേസിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിയായ ചേച്ചി തോമസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ കുവൈറ്റിലേക്ക് മടങ്ങി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ, അതായത് കുവൈറ്റിലേക്ക് മുങ്ങി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് ഇയാളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അതോടൊപ്പം ഇത് നിരവധി ആളുകൾ കാട്ടാക്കട, ആര്യനാട്, തമ്പാനൂർ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 31 ലക്ഷം രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മാത്രമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്ന ആക്ഷേപവും ശക്തമാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ താരാകൃഷ്ണൻ അറസ്റ്റിലായിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നായിരുന്നു പ്രാഥമികമായി പുറത്തു വന്ന വിവരങ്ങൾ. പക്ഷേ 31 ലക്ഷം രൂപയുടെ തട്ടിപ്പിൽ മാത്രമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.